ഹായ് ഓൾ അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വേമ്പ നല്ല ഇലപ്പം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, നല്ല മധുരമുള്ള. അപ്പോൾ എല്ലാവരും ഒരു പീസ് എടുത്തവാ, വണ്ടിയവരെല്ലാം നോക്കിയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഇല്ലേ റീത മോൾക്ക് ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഹായ് റീത മോൾ. അപ്പോൾ ഇന്ന് റെസിപ്പിയും കാര്യങ്ങളൊന്നുമല്ല, ഇന്നില്ലേ നമ്മളപ്പോൾ ഒരു ഗസ്റ്റെല്ലാം വന്നിട്ടുണ്ടായി. അപ്പോൾ അവർക്കുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നതും അതിൻ്റെ പാർട്ടി വീഡിയോസാണ് നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ പിള്ളേർ സ്കൂളിലേക്കെല്ലാം രണ്ടാൾ പോകുന്നുണ്ട്. മിതാദ് പോയിട്ടുണ്ട്, തന്നും പിന്നും പോന്നിയുണ്ട്. ഇപ്പം ഏകദേശം മണി 9 മണിയായിട്ടുണ്ട്. അങ്ങനെ തന്നെ പിന്നുമല്ലോ പിള്ളമാർ പോയതിന് ശേഷം ഒരു ആട്ടോ ഇല്ല, എനിക്കുമില്ല പറഞ്ഞുള്ളു. ഒരു പോകുന്നത്തോളൊരു കൗജിയല്ല രാവിലെ ഫുഡ് ഉണ്ടാക്കുന്നയോ അങ്ങനെ ഇങ്ങനെയല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ദോശയാണ് ഉണ്ടാക്കിയത്. പിന്നെ അങ്ങനെ അപ്പോൾ ബാഗ് ഓരോർക്ക് ബേബി രാവിലെ തന്നെ എണിക്കും. ഒരു പോകുന്നല്ല ഇങ്ങനെ നോക്കി നിൽക്കും പുറത്ത് തന്നെ. അപ്പോൾ ഇന്ന് ഉറങ്ങിയിട്ടുണ്ട്, എണിച്ചിട്ടില്ല. അങ്ങനെ രണ്ടാൾ പോയതിന് ശേഷം ഇല്ലേ കുറച്ച് നേരം ഞാൻ പുറത്ത് ഇങ്ങനെ കുറച്ച് മഴയെല്ലാം വരുന്നുണ്ടായിരുന്നു ചെറുങ്ങനായിട്ട്. ഒരു മൂടം പിടിച്ചിട്ട് തന്നെ ഉണ്ട്. മഴയും സംഭവങ്ങളെല്ലാം നോക്കിയിട്ടായിട്ട് ഞാൻ ഉള്ളിൽ പോയതാണ്. അപ്പോൾ അത് മയിലിൻ്റെ സൗണ്ട് കേൾക്കുന്ന ആ കാട്ടിൻ്റെ ഉള്ളിൽ കാണുന്ന 3 മയിൽ ഭയങ്കരത്തിൽ കരിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തു. ഇല്ല നമ്മളെ മുറ്റത്ത് തന്നെ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ദൂരം പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അച്ചാറ് നാളെ കൊടുക്കാനുണ്ടായി. അങ്ങനെ ഞാൻ അച്ചാറെല്ലാം ഇട്ടിട്ട് വെച്ച് കുറേ ആൾ അച്ചാറിന് കേട്ടിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടാ. ഇപ്പം അച്ചാർ റെഡി ഉണ്ടാവേ, ആരെങ്കിലും വേണ്ടിയവർ ചോദിച്ചോ. ഓക്കെ, അപ്പോൾ നല്ല കലം പോരിട്ടെല്ലാം വെച്ചിന്. അപ്പോൾ ഞാൻ പിള്ളേർക്ക് ദോശയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഓർക്കുള്ളത് റെഡിയാക്കിയിട്ട് ഓർ പോയിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള 2 ദോശ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അനിയത്തിയും മാപ്പിളെല്ലാം വന്നിട്ട് പോയിട്ടുണ്ടായി, ഞാൻ പറഞ്ഞിട്ട് ഗസ്റ്റ്. അപ്പോൾ ഓർ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ പോയതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാ ഫ്രൂട്ടിനെ ഞാൻ ഒന്നെടുത്തിട്ട് കവർന്നെല്ലാം പുറത്തെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ പപ്പായ, ഷമാമില്ലേ, ഷമാമ്, ബത്തക്ക, പിന്നെ ചോളയില്ലേ, ചോളം, നേന്ത്ര, അങ്ങനെ ആപ്പിള്, അങ്ങനെ എന്തെല്ലാം മസാല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം, പിന്നെ മറ്റേ കിവിയില്ലേ, കിവി അതിനല്ല പൊളമറപ്പന്നെ തോന്നിന്. കിവിയും ലിച്ചി അങ്ങനത്തെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ അതിനെല്ലാം ഞാൻ ഇന്നിങ്ങനെ തുറന്നിട്ട് വെക്കലാന്ന്. ഫ്രിഡ്ജിൽ വെച്ചിട്ടാകുമ്പോൾ തണുത്തിട്ടാകുമ്പോൾ ഒരു തിന്നാൻ ഇതാകുന്നില്ല. ബത്തൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ തണുപ്പിന് വാങ്ങാന്ന്. പിന്നെ ഈ നേന്ത്രല്ലേ ഇല്ലേ ഒരു ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ ശരിയാകുന്നില്ല അല്ലേ. അങ്ങനെ അതിനെല്ലാം ഓരോന്നോരോന്ന് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ബാക്കി ഇനി നമുക്കില്ലേ പിന്നെ ഇന്നലെ ചോദിക്കുന്നുണ്ട് പൊറോട്ടൻ്റെ റെസിപ്പി കാണിക്കുമെന്ന്. പൊറോട്ടൻ്റെ റെസിപ്പി ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ട് ഒരു ദിവസം. പക്ഷേ അതിനെ എപ്പോഴും ഒന്ന് ഫ്രീ ആകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഡ്രീം കേക്കിന് എത്രയും ചോദിക്കുന്നുണ്ടായി. ഡ്രീം കേക്കിന് 600. മുമ്പെല്ലാം നമ്മൾ സ്റ്റാർട്ടിങ്ങിന് 600 എടുത്തോണ്ട് ഇപ്പോൾ ½ kg തന്നെ 800 എടുക്കുന്നത്. ഡ്രീം കേക്കിൻ്റെ ആ ചോക്ലേറ്റിന് ഭയങ്കര റേറ്റ് കൂടിന്. 700 ചില്ലറ ഉണ്ടായിന് ചോക്ലേറ്റിനാൽ. ഇപ്പോൾ 1000 ചില്ലറ ആയിട്ടുണ്ട്. നേരെ ഡബിൾ ആയിട്ടുണ്ട് ഞാൻ. അങ്ങനെ പിന്നെ ഷവർമാക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടലില്ല എന്നിട്ടുണ്ടായിന്. പേസ്റ്റ് ഇടലില്ല, വേണമെങ്കിൽ ഇടാം. നമ്മൾ എരിവ് ഇതെല്ലാം നമ്മളെ ഇഷ്ടമല്ലേ, ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. അങ്ങനെ ഞാൻ വെറുതെ ഞങ്ങൾക്ക് ഇവിടെ സ്പൈസി എല്ലാവർക്കും ഇഷ്ടമോ അങ്ങനെ ഇട്ടതാന്ന് പറഞ്ഞാൽ. അപ്പോൾ ബത്തക്കാനെ ഞാനൊന്ന് കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൾ തന്നെ ഫ്രിഡ്ജിൽ കയ്യല വലുതുണ്ട്. അപ്പോൾ പീസാക്കിയിട്ട് വെക്കാറില്ല. അങ്ങനെ ഞാനെല്ലാം പീസാക്കിയിട്ട് എടുത്തതാണ്. പിന്നെ കുറേ മഷാല അടിപൊളി മഷാല സൂപ്പറായിട്ട് കുറേ ഉണ്ട് കമൻറ്റ് മഷാല. അപ്പോൾ നിങ്ങളെ കമൻറ്റെല്ലാം കാണുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ ഭയങ്കര ഇൻട്രസ്റ്റാണ് വീഡിയോ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒന്നും മറക്കണ്ട. വീഡിയോ നോക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് ഇട്ടിട്ട് സ്റ്റാർട്ട് ആയിക്കോ, എൻ്റെ ഫിനിഷ് ആയിട്ട് ഒരു കമൻറ്റ്. ഓക്കെ, കമൻറ്റ് എടുത്ത ആൾക്കെല്ലാം ഒരു സമ്മാനമെല്ലാം ഉണ്ട്. ഞാൻ കമൻറ്റിനെല്ലാം ഇങ്ങനെ നോട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഇൻഷാ അല്ലാ ഒരു മത്സരം അങ്ങനത്തെ എല്ലാം വെക്കാനുണ്ട്. കുറച്ചിങ്ങനെ അല്ലേ എൻ്റെ ഇടയിൽ വെക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ കസ്റ്റർഡെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായി. ഇന്നലെ അനിയത്തി വന്നിട്ടാകുമ്പോൾ അപ്പോൾ അതിൻ്റെ പകുതി കസ്റ്റർഡെല്ലാം ബാക്കിയുണ്ടായി. അങ്ങനെ കുറച്ച് പണിയെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കസ്റ്റർഡെല്ലാം കഴിച്ചതാണ്. ഇതിങ്ങനെ ഫ്രിഡ്ജിൽ തണുപ്പിച്ചിട്ട് കഴിക്കാൻ നല്ല വാങ്ങില്ലേ. അപ്പോൾ ഇത് നമ്മളത്തെ പൗസി ആണ്ടി കൊണ്ടുവന്ന് ബൗളും ഞാൻ നിങ്ങൾ കാണിച്ചിട്ടേ കപ്പും ബൗളും അതിൽ തന്നെയാണ് കഴിക്കുന്നത്. നല്ല അടിപൊളി ബൗളും വലിയ ബൗളും ചെറിയ ബൗളും വന്നു പറഞ്ഞാൽ. അപ്പോൾ ഒരു ദിവസം മുമ്പത്തെ ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടായി. അങ്ങനെ ഞാൻ കാര്യമായിട്ട് എന്തും ഉണ്ടാക്കിയിട്ടില്ല. പിറ്റേ ദിവസം ചോറുണ്ടായിന്, അപ്പവും അങ്ങനെ കറിയും അങ്ങനെ എല്ലാം ഉണ്ടായി. അപ്പോൾ ചോളമില്ലേ, പിറ്റേ ദിവസം രാത്രി ചോളം വേവിച്ചിട്ടില്ലേ ഞാനും മക്കളെല്ലാം കഴിച്ചതാണ്. അതിൻ്റെ മസാലയില്ലേ മുളക്, പിന്നെ ഉപ്പ്, കുറച്ച് മറ്റേ ഇതില്ലേ ചെറുപുളിയില്ലേ ചെറുപുളിയും ഇട്ടിട്ട് കുറച്ച് ചെറുക്ക ഒഴിച്ചിട്ട്
കൂട്ടിയതാണ്. ഇതിപ്പോൾ ഉണ്ടായി, നല്ല ഉണ്ടായി, അടിപൊളിയായിട്ടുണ്ടായി. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കവേ. ഇത് കുക്കറിൽ വേവിച്ചത് ഞാൻ 2-3 വിസിലാക്കിയിട്ട് വേവിച്ചു, ഉപ്പിട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് എടുത്തതിന് ശേഷം എങ്ങനെ ആക്കിയിട്ട് തിന്നതാന്ന് പറഞ്ഞാൽ. അങ്ങനെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതാ അനിയത്തി വന്ന ദിവസമുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഓർക്ക് വന്ന പാട് ഞാനൊരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് മറ്റേ പപ്പായല്ലേ, പപ്പായ ഷേക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല തണുത്ത കട്ടപ്പാലുണ്ടായിന്, ഐസ് ഉണ്ടായിന് എല്ലാം വെച്ചിട്ട് നല്ലൊരു അടിപൊളി പപ്പായ ഷേക്ക് ഫസ്റ്റ് തന്നെ കൊടുത്ത് വെൽക്കമായിട്ട്. അവൾ മുമ്പേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരു വരുമ്പോൾ റെഡി ആയിട്ടുണ്ടായി. പക്ഷെ അവൾ വൈകുന്നേരമാണ് വരുന്നെന്ന് പറഞ്ഞത്. പിന്നെ വൈകുന്നേരത്തിന് ശേഷം ഇവിടെ ഉണ്ടാക്കിയിട്ട് ആക്കിയതാണ്. ഇപ്പോൾ ഓർ വന്നിട്ടുണ്ട്, കുറച്ച് പണിയെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പകുതി പണിയെല്ലാം ബാക്കിയുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് മറ്റേ പൊറോട്ട ഷവർമ്മൻ്റെ ഓർഡർ ഉണ്ടായിന്. അപ്പോൾ അതിനുള്ള പൊറോട്ട ഷവർമ്മ റെഡിയാക്കുന്നുണ്ട്. പിന്നെ അത് ചിക്കൻ ഫ്രൈ പകുതിയിലുണ്ട്. പിന്നെന്താ ഉണ്ടാക്കുന്നത്, നെയ്പ്പത്തലിന് അരച്ചിട്ടുണ്ടായിരുന്നു. നെയ്പ്പത്തിൽ എനിക്ക് അത്ര ലയിക്കാന്നില്ലാണ്ട് പിന്നെ ഞാൻ കലത്തപ്പം ചുട്ടതാണ്. പിന്നെ നെയ്ച്ചോറ്, ബീഫ് കറി, അങ്ങനെ എന്തെല്ലാം ഓരോരോ സംഭവം ഉണ്ടായി. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ തിരക്കാക്കുന്നുണ്ട്, അനിയത്തി വയ്ക്കുന്നെങ്കിൽ ഹെൽപ്പാക്കണമെന്ന് പറഞ്ഞിട്ട് വന്ന് ചോദിച്ചെങ്കിൽ പിന്നെ ഞാൻ ഒരു പണി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അങ്ങനെ ഞാൻ അവളോട് നീ കസ്റ്റഡിനുള്ള ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കിയിട്ടില്ലേ, ഓളെല്ലാം അതിനുള്ള ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കുന്നുണ്ടായി. ആപ്പിള്, പിന്നെ അനാറ്, പിന്നെ കസ്റ്റഡിലേക്കില്ലേ നമ്മൾ പൗത്ത പാർലക്കായി ഉണ്ടെങ്കിട്ടെങ്കിലേ നല്ലൊരു ഫ്ലേവർ വരും നമുക്ക് കസ്റ്റഡ് കഴിക്കുമ്പോൾക്ക്. പച്ച പേരക്കല്ല, നല്ല പൗത്ത പേരക്ക ഉണ്ടാവില്ല. ഇപ്പോൾ പേരക്കാനെല്ലാം സീസണല്ലേ. അപ്പോൾ ഇപ്പോൾ കസ്റ്റഡ് ആരെങ്കിലും ഉണ്ടാക്കുന്ന പേരക്ക ഇട്ട് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. ആപ്പിള്, പേരക്ക, അനാറ്, നേന്ത്ര, പിന്നെ ചിക്ക്, അങ്ങനെ എന്തെല്ലാം എല്ലാ ഫ്രൂട്ട്സ് ഇട്ട് എത്ര ടേസ്റ്റ് അല്ലേ. പിന്നെ കൊട്ടയ മുന്തിരി അത് ഞാൻ ഇട്ടിട്ടില്ല, അത് എടുത്ത പുള്ളന്മാർക്ക് അതിനെ കിട്ടുമ്പോൾ ഇല്ല, അതിനെങ്ങനെ ചാടുന്നു പടാടെ കല്ലേക്ക് പറ്റാനോ കച്ചറാന്ന്. അപ്പോൾ ഞാനില്ല കൊട്ടയ മുന്തിരിയും ക്യാൻസലാക്കിയിരുന്നു. ഞാൻ കൊട്ട മുന്തിരി ബദാം എല്ലാം ഇടുന്നല്ലോ, എല്ലാം ഇട്ട് എത്ര ടേസ്റ്റ് തന്നെയാണ് ഇട്ടെങ്കിൽ ഈത്തപ്പായോ എല്ലാം അങ്ങനെ. അപ്പോൾ അതവിടെ ഓൾ റെഡി ആക്കുമ്പോഴേക്ക് ഞാൻ കസ്റ്റഡ് മുമ്പേ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വരുന്നതിന് മുമ്പ് തന്നെ. അങ്ങനെ പൊറോട്ട ഷവർമ്മക്കുള്ള പൊറോട്ട റെഡി ആക്കുന്നുണ്ട്. ഇത് ഞാൻ പൊറോട്ട ഉണ്ടാക്കിയതല്ല, പാക്കറ്റാണ് ഞാൻ പറഞ്ഞല്ലോ, പാക്കറ്റ് കൊണ്ടിട്ട് ചുട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ചുട്ടിട്ടായിട്ടില്ല, നമുക്ക് ഇന്ന് നല്ല പങ്കൽ അടിച്ചെടുക്കേണ്ടി വന്ന്. അവിടെ പൊറോട്ട ചുട്ടെടുക്കുന്നതിൻ്റെ ഇടയിലില്ലേ നമുക്ക് ഇതിലേക്കുള്ള ചിക്കനെല്ലാം റെഡിയാക്കണം. അതിന് ഞാൻ എല്ലില്ലാതെ പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഉപ്പും കുരുമുളകും ഇട്ടിട്ടില്ലേ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കണം. എന്നിട്ട് അതിൻ്റെ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇല്ലേ ചിക്കനെല്ലാം ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. നല്ല ഡ്രൈ ആക്കണ്ട, പറഞ്ഞാൽ ഞാൻ എപ്പോഴും ചെല്ലുമ്പോൾ തന്നെ ഡ്രൈ ആക്കിയിട്ട് എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് എടുക്കാം. ഇതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ കാണിച്ചിരുന്നല്ലോ. അങ്ങനെ അപ്പോൾ കേബേജ് കട്ടാക്കിയിട്ടുണ്ട്, ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ മറ്റേ മല്ലിച്ചപ്പ് എല്ലാം റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. ആ ടൈമിൽ ചിക്കൻ അവിടെ വേകുന്നുണ്ട്, ഇപ്പുറത്ത് ചിക്കൻ ഫ്രൈ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊറോട്ടനെല്ലാം ഞാൻ നല്ല പാങ്ങലോ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തിരക്കിലെ പണിയെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കൈ മുറിയുന്നതാണ്. പിന്നെ കുറച്ച് കട്ടാക്കാനുള്ളതെല്ലാം അനിയത്തി കട്ടാക്കി തിന്നത് കൈ മുറിഞ്ഞിട്ടാകുമ്പോൾ ആരുണ്ടായിട്ടില്ല, അനിയത്തിയും മാപ്പിളയും മാത്രം ഉണ്ടായിനെ. അവന് ഞാൻ എൻ്റെ അടുക്കകൾ വന്നതായിന്. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൈ മുറിഞ്ഞിട്ടില്ലേ ഒരു ബാൻഡെല്ലാം മോന് പോയിട്ട് കൊടുന്നിട്ട് ബാൻഡഡ് ഒട്ടിച്ചിട്ട് അതിന് ശേഷം ബാക്കി പിന്നെ കട്ടാക്കുന്ന സംഗതി എല്ലാം ഉള്ള റെഡിയാക്കി തന്ന്. അതിൻ്റെ ഇടയിൽ ഒരു പകല പണി ആയിട്ടുണ്ടായി ഫിനിഷായിട്ട്. ഇടയിലൊന്ന് കൈ മുറിഞ്ഞ്, പിന്നെ ആ കൈ മുറിഞ്ഞാൽ നമുക്ക് പിന്നെ സ്പീഡിലെ പണി പിന്നെ പോകുന്നേയില്ലല്ലോ. അങ്ങനെ എല്ലാം ഉള്ള ഇടയിലിടയിൽ കട്ടാക്കിയിട്ടെല്ലാം തന്നുകൊണ്ട് സമാധാനമായി. പിന്നെ അപ്പോൾ ചിക്കനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കേബേജ് മറ്റേ സംഭവങ്ങളെല്ലാം ഇല്ലേ, ക്യാപ്സിക്കം, ക്യാരറ്റ്, മല്ലിച്ചപ്പ് എല്ലാത്തിനും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുരുമുളക്, പിന്നെ ചിക്കന്, സോസ് അതെല്ലാം ഞാൻ അവിടെ റെഡിയാക്കുന്നുണ്ട്. മയോണൈസ് പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്, കെച്ചപ്പ് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, പിന്നെന്താ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടില്ലേ നമുക്ക് പെട്ടെന്നൊന്ന് ഷവർമ്മ റോള് സെറ്റാക്കാനുണ്ട്, ഈ ഓർഡർ ഒന്ന് കൊടുക്കാനുണ്ട്, ബാക്കി നമുക്ക് റെഡിയാക്കാനും ഉണ്ട്. അപ്പോൾ ഓർമ്മ പിന്നെ വന്നിട്ടുണ്ടായി. രാത്രി ആകുമ്പോൾ പോകുന്നതിലിട്ട് ഇങ്ങനെ തിരക്കൂട്ടുന്നുണ്ട്, എത്തി റെഡിയാക്കി വേമ്പിയാട്ട് മതി എന്നിട്ട്. അപ്പോൾ നമുക്കൊരു നേരെ ഓരോന്ന് സെറ്റാക്കിയിട്ട് വെച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പോൾ ഞാനത് ഇതെല്ലാം ആക്കുന്നിട്ട് വിളിച്ചെന്നുണ്ട്, ഇതൊന്നും വേണ്ട കുറച്ച മതി എന്നല്ലോ. അങ്ങനെ അപ്പോൾ ചിക്കനെല്ലാം ഇട്ടിട്ട് ഫുള്ളായിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. തീ ഓഫാക്കിയിട്ട് ക്യാപ്സിക്കവും മല്ലിച്ചപ്പും എല്ലാം ഇട്ടിട്ടില്ലേ ജസ്റ്റ് ഒന്ന് ചൂട് വരുത്തിച്ചിട്ട് മാറ്റിയേക്കാം.
പിന്നെ ഞാൻ പൊറോട്ട ഷവർമ റോളാക്കുന്നൊന്നും കാണിച്ചിട്ട് ഞാൻ ഫുള്ളിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾ കണ്ടിനല്ലോ. അങ്ങനെ അതുപോലെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കെച്ചപ്പെല്ലാം കൂട്ടിയിട്ട് കൊടുത്തിട്ടതിന് ശേഷം ഇല്ലേ ബാക്കി എല്ലാം റെഡി ആയിന്. ഇനി ലാസ്റ്റ് ഒരു ഇലപ്പം ഒന്ന് റെഡിയാക്കാനായിട്ട് ഒരു മധുരം ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം സംഘടിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടായിന്. പിന്നെ പണ്ടെല്ലാം റെഡിയാക്കിയിട്ടെല്ലാം വെച്ചിട്ട്, പക്ഷേ ഇത് അടുപ്പിലേക്ക് കയറ്റാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് എന്തായാലും കഴിയും, ലാസ്റ്റ് ഒന്ന് പ്ലേറ്റിൽ വെച്ചിട്ട് കാണുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ. അങ്ങനെ ലാസ്റ്റ് ഒന്ന് പൊണ്ടവും ഇതെല്ലാം വെച്ചിട്ടില്ലേ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. അത്ര തന്നെ ഒരു ഇത്തിരി ആക്കിനൊരു 10 അത്ര തന്നെ അത്ര എല്ലാം ബാക്കിയത് ഉണ്ടാക്കിയതാണ്. റെഡി ആകാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കുമ്പോഴേക്ക് അങ്ങനെ. അപ്പോൾ ഇതാ എല്ലാം പൊണ്ടം വെച്ചിട്ടുണ്ട്. നല്ല കറുത്ത വെല്ലാഞ്ഞ് കിട്ടിയത്, അതുകൊണ്ട് കളർ കണ്ട പൊണ്ടത്തിൻ്റെ അങ്ങനത്തെ കളറായിന് അങ്ങനെ. അപ്പോൾ പൊണ്ടത്തിന് വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇട്ടിട്ട് അതിന് ശേഷം ഇല്ലേ ഒന്ന് ഫില്ലാക്കിയിട്ടായിട്ട് മെല്ലെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നാലും വലിയ ലൈൻ പറഞ്ഞാൽ വലിയ ലൈനായതുകൊണ്ട് കുറേ ഇതുണ്ട പോലെ ഉണ്ട്, നീളമുള്ള പോലെ അങ്ങനെ. അപ്പോൾ അതാ നല്ല ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്, ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറില്ലേ പള്ളിക്കറി, നെയ്ച്ചോറും പള്ളിക്കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാറിയിട്ടുണ്ടായി. ഞാൻ ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കുന്നുണ്ട്. ചൂടോടെ കഴിക്കാനല്ലേ പള്ളിക്കറിയല്ല ടേസ്റ്റ്. ബീഫ് പള്ളിക്കറി ഇല്ലേ, ബീഫ് പള്ളിക്കറിയും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മറ്റേ പച്ച മസാല ഇല്ലേ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൽ തേങ്ങയിലിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കലത്തപ്പത്തിന് നല്ല മേച്ചാന്നില്ലേ ആ കറി, അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നെയ്ച്ചോറിനും ബീഫ് കറിയായി, ചിക്കൻ കറിക്ക് കലത്തപ്പായി. ഓക്കെ അങ്ങനെ. അപ്പോൾ കലത്തപ്പെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ അനിയത്തിയും മക്കളെല്ലാം കൂടിയിട്ട് എല്ലാവരും ഒന്ന് കൊണ്ടെടുക്കുന്നുണ്ട്. ഞാനിവിടെ ബൾബും പോലെ കൊണ്ടെടുക്കുന്നു. അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ടാകുമ്പോൾ മാഷാ അല്ലാഹ് 9:30 മണിയാകുമ്പോൾ എല്ലാം റെഡി ആയിന്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കലാന്ന്. അപ്പോൾ ലാസ്റ്റ് നല്ലൊരു കസ്റ്റർഡും റെഡി ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ട് പോസിയാണ്ടി തന്ന ബൗൾ, ഇതാണ് അതിൻ്റെ വലിയ ബൗള്. അതിൻ്റെ ചെറിയ ബൗൾ ഫസ്റ്റ് ഉണ്ടായിനത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പുഡിങ് വേണ്ടേ, അതിന് ഞാൻ ഡ്രീം കേക്ക് പുഡിങ് തന്നെ റെഡിയാക്കിന്. ചോക്ലേറ്റും കേക്കും ക്രീമും എല്ലാം ഇട്ടിട്ട് നല്ലൊരു അടിപൊളി പുഡിങ്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ട് നമ്മളെല്ലാം വന്നിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പച്ച പ്ലേറ്റിൽ ഞാൻ പച്ച ഇലപ്പവും റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് സംഭവങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പുഡിങ്ങും പൊറോട്ട റോള് പിന്നെന്താ എല്ലാം മാഷാ അല്ലാഹ് എല്ലാവരും വക റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ കഴിക്കലാന്ന്. അപ്പോൾ ഞാൻ എല്ലാം കഴിച്ചിട്ടതിന് ശേഷം ലാസ്റ്റ് കസ്റ്റർഡ് എല്ലാം എടുത്തിട്ട് കഴിക്കുന്നുണ്ട്. അങ്ങനെ മധുരവും എരിവും എല്ലാം ഫുള്ളൊന്നാ കഴിച്ചിട്ടെല്ലാം വേറെ ഫില്ലായി എല്ലാവർക്കും. മാഷാ അല്ലാഹ് നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണെന്നല്ല പറയുന്നുണ്ട്. അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട. എപ്പോഴും ഞാൻ പറയുന്ന പോലെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം. ഇന്ന് കുറേ വലിയ ലെങ്തി വീഡിയോ അല്ല, ഷോർട്ട് വീഡിയോ. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.